ഹായ് ഹലോ ഫ്രണ്ട്സ്, സൂപ്പർ കൺമണി സീരിയലിൻ്റെ ഇന്നത്തെ പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ കൺമണിയുടെ അച്ഛനും ഗോകുലും അമ്മായിമാരും കൺമണി മോൾ എന്താ ഇത്രയും നേരം വഴുകുന്നേ, അങ്ങനെ അവർക്ക് സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തിട്ട് വരാനുള്ള സമയമായല്ലോ, എന്തുകൊണ്ട് കാണാത്തതെന്ന് പറഞ്ഞിട്ടിരിക്കുകയാണ്. ഏട്ടാ അവൾ വന്നോളും, കൂടെ ക്രിസ്സാറുണ്ടല്ലോ, പിന്നെ എന്തിനാണ് പേടിക്കുന്നത് എന്ന് ചോദിക്കുന്നുണ്ട്. ആ സമയത്ത് തന്നെയാണ് സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കുന്ന സമയത്ത് തന്നെ കൃഷ്ണൻ ഒരു അനിയത്തി മാത്രമാണോ ഉള്ളതെന്ന് ദക്ഷ ചോദിക്കുന്നുണ്ട്. കാരണം വേറെ എന്തെങ്കിലും അപകടം വരാൻ പോകുന്നുണ്ടോ എന്നൊരു സംശയമുണ്ട്. അതിനുശേഷം തന്നെ അല്ല, എനിക്കൊരു ഏട്ടനും കൂടി ഉണ്ടെന്ന് പറയുന്നു. ഏട്ടനോ? അതേ, ബലരാമൻ 30 വർഷങ്ങൾക്ക് മുന്നേ എൻ്റെ അമ്മയ്ക്കും അച്ഛനും നഷ്ടപ്പെട്ടതാണ്, പക്ഷെ ഇപ്പോഴാണ് കിട്ടിയത് എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് ദക്ഷയ്ക്ക് അതിലൂടെ ഒരു സംശയം തോന്നുന്നുണ്ട്. ഇനി പ്രശ്നങ്ങൾ അതിലൂടെ തന്നെയാണോ വരാൻ പോകുന്നത് എന്നാലോചിക്കുന്നുണ്ട്. പിന്നീട് എന്തായാലും ബാലഗോപാലൻ എന്തായാലും മീരയും കൂട്ടിക്കൊണ്ട് പോകുന്നുണ്ട് കേട്ടോ. പക്ഷേ മീരയ്ക്കാണെങ്കിലോ ഒരു ടെൻഷനൊക്കെ ഉണ്ട്. അതിനുശേഷം തന്നെ പരിചയമുള്ള ഒരാളാണ് ബാലഗോപാലൻ. അതിനുശേഷം തന്നെ മോളെ വായോ, ഞങ്ങളുടെ മോന് തീരെ വയ്യാതെ കിടക്കുവാണെന്ന് പറഞ്ഞിട്ട് കൂട്ടിക്കൊണ്ട് പോവാണ്, ഒന്ന് വന്ന് നോക്കണേന്ന് പറയുന്നുണ്ട്. അതിനുശേഷം കൂട്ടിക്കൊണ്ടുപോകുന്ന സമയത്ത് സുമിത്രയാണെങ്കിൽ അവൾ ഇങ്ങോട്ട് വരട്ടെ എന്ന് പറഞ്ഞ് നിൽക്കുന്നു കേട്ടോ. ബലരാമനാണെങ്കിൽ രക്തം വാർന്ന് കിടക്കുവാണ് കേട്ടോ. ആ സമയത്ത് തന്നെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അപ്പോഴത്തേനും ഇത് എന്തോ എന്തോ നിങ്ങൾ എന്തോ കുറ്റം ചെയ്തതാണ് ഇയാളെ, ഇയാൾക്ക് തീരെ വയ്യ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ഇങ്ങനെ കത്തി കുത്തിയിരിക്കുകയാണെന്നൊക്കെ പറയുന്നുണ്ട്. ഇത് കേസാക്കണം എന്നൊക്കെ പറയുന്നു. പക്ഷേ സുമിത്രയുണ്ടോ, അതിന് സമ്മതിക്കുന്നു. അങ്ങനെ ഇവനെ ചികിത്സിക്കണം എന്ന് പറഞ്ഞിട്ട് തന്നെ മീരയുടെ കഴുത്തിൽ കത്തി വെക്കുന്നൊക്കെ ആയിട്ട് കാണിക്കുന്നുണ്ട് കേട്ടോ. മീരയെ നിർബന്ധ പ്രകാരം തന്നെ ബലരാമനെ ചികിത്സിക്കാൻ വേണ്ടിയിട്ട് അവിടെ പിടിച്ചു നിർത്തുന്നുണ്ട് കേട്ടോ. ഒരു പക്ഷേ അതിലൂടെ തന്നെയായിരിക്കും മീരയുടെയും അതുപോലെ തന്നെ ബലരാമൻ്റെയും പ്രണയം തുടങ്ങാനായിട്ട് പോകുന്നത്. അതിനുശേഷം തന്നെ സാഗറിനെ തന്നെയാണ് കാണിക്കുന്നത്. എന്തായാലും ബലരാമൻ പോയതിന് ശേഷം വിളിച്ചിട്ടൊന്നുമില്ല, എന്ത് പറ്റിയെന്ന് അറിയാത്തതിൻ്റെ ടെൻഷനുണ്ട്. ബാലഗോപാലനാണെങ്കിലോ ഇനി ബലരാമൻ എഴുന്നേറ്റ് കഴിഞ്ഞാൽ തൻ്റെ വരുതിയിൽ നിർത്തണം എന്നൊരു ഉദ്ദേശത്തോടു കൂടി നിൽക്കാട്ടോ. അങ്ങനെ വീണ്ടും സാഗറിനെ തകർക്കാൻ വേണ്ടിയിട്ട്, പക്ഷേ ഇവരുടെ പ്ലാനിങ് ഒന്നും തന്നെ നടക്കാനായിട്ട് പോകുന്നില്ല. പക്ഷേ ബലരാമൻ്റെ പുറകെ ഇപ്പോൾ ദക്ഷയും ഉണ്ട് കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ പ്രമോ റിവ്യൂ കഴിയുന്നത്.